നമസ്കാരം. ദീപക് thonnakkal'media എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. strombucks എന്ന ഒരു കമ്പനിയുടെ ട്രൈപോഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. strombucks എന്ന കമ്പനിയുടെ ഒരു ട്രൈപോഡാണ്. അത്യാവശ്യം വലിപ്പം തന്നെ ഉണ്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിയും നല്ല വലിപ്പമുണ്ട് ഇതിന്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. ഇതാണ് സാധനം. അപ്പോൾ ഞാനിപ്പോൾ വച്ചിരിക്കുന്നത് ട്രൈപോഡ് സ്റ്റാൻഡിൽ വച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അത്രയും സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല ഈ സാധനത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് സംഭവം ഇതിൻ്റെ കാണാനൊക്കെ നല്ല ഭംഗിയും നല്ല ഉറപ്പുമൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മോശം എന്നുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. ഇതിൻ്റെ നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു ബോള് രീതിയിലാണ് ഇതിൻ്റെ സംഭവം വന്നിരിക്കുന്നത്. അത് കറക്റ്റ് കിട്ടുന്നില്ല. അതിൽ നല്ല ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയേണ്ട ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് എത്ര നാൾ പോകുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഞാനിതിപ്പോൾ വാങ്ങിച്ചു, ഓൺലൈൻ വഴിയാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാനിത് എൻ്റെ യൂസ് നോക്കിയിട്ട് ഞാനിത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും കയറി നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഈ കമ്പനിയുടെയാണ് ഈ ട്രൈപോഡ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ എനിക്കിപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോൾ വൺ ടൈമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ പോരായ്മകളൊക്കെ തോന്നി. ഇതിൻ്റെ മറ്റുള്ള റിവ്യൂ ഞാൻ കുറച്ചുകൂടെയൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്ത മൈക്ക് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോകളിൽ ഇതിൻ്റെ മൈക്കിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈക്ക് വെച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പോൾ ഇതിൽ തോന്നിയിട്ടില്ല. ഇതിലും നമ്മൾക്ക് ഇത് വച്ചിട്ട് ടൈറ്റ് ചെയ്യാനൊക്കെ ഒരു പിടുത്തമല്ല. പക്ഷേ അത്യാവശ്യം ഇത് വച്ചിട്ട് ചിരിപ്പിക്കല്ലേ, എഡിറ്റ് ചെയ്യാം.